നുണച്ചിക്കും മാപ്പിളയ്ക്കുമെതിരെ കേസെടുക്കേണ്ടേ? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്: നടുറോഡിൽ പട്ടി ഷോ കാണിച്ച അന്തംകമ്പനി നുണച്ചിക്കും ലബട മാപ്പിളയ്ക്കുമെതിരെ കേസെടുക്കേണ്ടേ? സംസ്ഥാന പോലീസ് സേന ഇന്ന് പിണറായി വിജയന്റെയും സഹ അന്തംകമ്മികളുടെയും അടിപ്പാവാട അലക്കിക്കൊടുക്കുന്ന സേനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തിന്നത് എല്ലിനിടയിൽ കയറിയ ഒരു അന്തംകമ്പണിയും അവളുടെ മാപ്പിളയും നടുറോഡിൽ തെറുവാഴ്ച നടത്തി. എല്ലാ തെളിവുകൾ ലഭിച്ചിട്ടും 2 ദിവസം ഉറങ്ങാതെ ഡ്യൂട്ടി നോക്കിയ ഒരു ഡ്രൈവറെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ട് ഒരു രാത്രി ഉറങ്ങുവാൻ സമ്മതിക്കാതെ ഇരുത്തുകയുണ്ടായി. നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടേ? നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് വിളിക്കാം. ഒരു മയവുമില്ലാതെ പ്രതികരിക്കാം. ജനങ്ങളുടെ പ്രതികരണം കേട്ട് നുണച്ചിയും അവിടെ കെട്ടിയവനും നിലവിളിക്കണം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർഫാസ്റ്റ് ബസ് ചേസ് ചെയ്ത് സഞ്ചരിച്ച കാർ റോഡിന്റെ നടുവിൽ വിലങ്ങിയിട്ട് ട്രിപ്പ് മുടക്കുകയും KSRTC ബസ്സിനെ തടയുകയും ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും യാത്രക്കാരെ പാതിരാത്രിയിൽ പെരുവഴിയിൽ ഇറക്കി വിടുകയും ചെയ്ത് പട്ടി ഷോ കാണിച്ച തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും അവരുടെ കെട്ടിയവനെതിരെയും കേസെടുക്കാതെ പോലീസ്. മേയറുടെയും ഭർത്താവ് MLA-യുടെയും നേതൃത്വത്തിൽ നടത്തിയ ഗുണ്ടായിസത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും കേസെടുക്കാതെ പോലീസ് ഇപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്. ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. മേയറുടെ പരാതി പ്രതിരോധിക്കാനായുള്ള ഡ്രൈവറുടെ കൗണ്ടർ കേസാണിതെന്നാണ് പോലീസിന്റെ ന്യായം. ഡ്രൈവറെ കൊടുക്കുവാൻ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് വൈദ്യപരിശോധനയിൽ പച്ച കള്ളമാണെന്ന് തെളിഞ്ഞു. അശ്ലീലാംഗം കാണിച്ചു എന്ന കള്ളപ്പരാതിക്കും യാതൊരു തെളിവുമില്ല. ഇരുട്ടത്ത് ബസിന്റെ ഡ്രൈവറുടെ സീറ്റിൽ ഇരിക്കുന്ന ആളിനെ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ല എന്നും തെളിയുകയുണ്ടായി. റോഡിൽ കെട്ടിയവനുമൊത്ത് പട്ടി ഷോ കാണിച്ച ഈ നുണച്ചിയും അവളുടെ മാപ്പിളയും ഡ്രൈവറോട് മാപ്പ് പറയുകയും രാജിവെച്ച് വേറെ പണിക്ക് പോവുകയും ചെയ്യുക. 2 പേരുടെ പേരിലും മാത്രമല്ല, കൂടെ നിന്ന് ഗുണ്ടായിസം കാണിക്കുവാൻ സഹായിച്ച സിൽബന്ദികളുടെ പേരിലും ഉചിതമായ വകുപ്പുകളിട്ട് പോലീസ് കേസെടുക്കണം. പാർട്ടിക്ക് അന്തസ്സുണ്ടെങ്കിൽ രണ്ടിനെയും കുറെ നാളത്തേക്കെങ്കിലും മാറ്റി നിർത്തുക. അന്തംകമ്പണിയായതുകൊണ്ട് സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാട്ടുകാർ വിടരുത്. യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന KSRTC MD ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടതില്ലെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുവാനുമാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. എന്തിന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം? പിരിച്ചുവിട്ടാൽ ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് വകുപ്പിന്റെ നിഗമനം. പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് TDF KSRTC ചീഫ് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കും ഇന്ന് മാർച്ച് നടത്തും. പിരിച്ചുവിട്ടാൽ യദുവിന് മറ്റൊരു നല്ല പണി കിട്ടുന്നതുവരെ ഞങ്ങൾ KSRTCയിൽ കിട്ടുന്ന അതേ ശമ്പളത്തോടെ ജോലി നൽകുവാൻ തയ്യാറാണ്. അതുപോലെ യദുവിനെ അറസ്റ്റ് ചെയ്തതുപോലെ KSRTC ബസ്സിനെ വിലങ്ങി നടുറോഡിൽ സീബ്രാലനിയിൽ കാർ നിർത്തിയ ട്രിപ്പ് മുടക്കിയ ആ കാറിന്റെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുക. അവന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുക. മന്ത്രി ഗണേഷ് കുമാറിന് അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. ആദ്യം ആ നടപടി ഉണ്ടാവണം. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഇതുവരെയുള്ള ഈ വിഷയത്തിലുള്ള നിലപാട് അഭിനന്ദനീയമാണ്. പക്ഷേ അദ്ദേഹത്തെ മറികടന്ന് പാർട്ടി ഈ നുണച്ചിയെയും കെട്ടിയവനെയും സംരക്ഷിക്കുകയും ഡ്രൈവറെ ക്രൂശിക്കാനും അനുവദിക്കരുത്. അതുകൊണ്ട് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്ന് നമുക്ക് പ്രതികരിക്കുവാനുള്ള വിഷയം ഇതാണ്: നുണച്ചിക്കും മാപ്പിളയ്ക്കുമെതിരെ കേസെടുക്കേണ്ടേ? നിങ്ങളുടെ ശക്തമായ പ്രതികരണങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ മൂർച്ചയുള്ള പ്രതികരണങ്ങൾ ഞങ്ങളുടെ താഴെ സ്ക്രോൾ ചെയ്യുന്ന ഈ നമ്പറിലേക്ക് വിളിച്ചു പറയാവുന്നതാണ്. വിളിക്കേണ്ടുന്ന നമ്പർ 9746114444. നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം: 9746114444. ആ പ്രതികരണങ്ങൾ ഞങ്ങൾ നൽകുന്നതാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: നുണച്ചിക്കും മാപ്പിളയ്ക്കുമെതിരെ കേസെടുക്കേണ്ടേ?
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.